ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ബി.ജെ.പി. ആസ്ഥാനത്ത് നാളെ വൻ റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അമിത്ഷായും ജെ.പി. നദ്ദയും പരിപാടിക്ക് നേതൃത്വം നൽകും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ആഘോഷ പരിപാടികളെക്കുറിച്ചെല്ലാം ഉള്ള ആലോചനകളും അല്ലെങ്കിൽ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ബി.ജെ.പി. ആസ്ഥാനത്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നോക്കിക്കാണാം? സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അമിത്ഷായും ജെ.പി. നദ്ദയും പരിപാടിക്ക് നേതൃത്വം നൽകും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന സാഹചര്യമുണ്ട്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തും എന്നുള്ളത് തന്നെയാണ് ഒട്ടുമുക്കാൽ സർവേ ഫലങ്ങളും വ്യക്തമാക്കിയിരുന്നത്. അപൂർവം ചില ഫലങ്ങളെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വിജയം സാധ്യമാണ് എന്ന പ്രവചനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും രാജ്യം ഉറ്റുനോക്കുന്നതും കാത്തിരിക്കുന്നതും സുസ്ഥിരതയാർന്ന സർക്കാർ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി തന്നെയാണ്. സെൻസെക്സും ഒക്കെ ഉയർന്നു നിൽക്കുന്നത് ആ ഒരു മികച്ച ശുഭഫല സൂചനകൾ വിലയിരുത്തിക്കൊണ്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുമാണ്. വിവരങ്ങൾ നൽകാൻ ഗൗതമുണ്ട്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് രാജ്യമാകെ ശുഭപ്രതീക്ഷയിലാണ്. ബി.ജെ.പി. ആസ്ഥാനത്തും ഇതൊരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. അത് ചരിത്ര സംഭവം വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു, തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ എങ്ങനെ നമുക്ക് വിലയിരുത്താം, എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി. കർത്തവ്യപത്തിലും മറ്റും ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലെ വിശാലമായ ആ മൈതാനത്ത് തന്നെയാകും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുക. അതിന് സമാന്തരമായ രീതിയിൽ അവിടെ നമുക്കറിയാം രാഷ്ട്രപതി ഭവൻ ആയതിനാൽ വളരെ തന്ത്രപ്രധാനമായ മേഖലയാണിത്, റൈസീന ഹിൽസും പരിസര പ്രദേശങ്ങളും. അതിനാൽ അവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. മുഴുവൻ ആളുകളെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലും ആഘോഷ പരിപാടികൾ സമാന്തരമായി തന്നെ കർത്തവ്യപത്തിലും നടത്താൻ ബി.ജെ.പി. നേരത്തെ തന്നെ തീരുമാനിച്ചു. ഇതുകൂടാതെ നാളത്തെ ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ ഡൽഹിയിലെ ദീൻദയാൽ മാർഗിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ വിശാലമായ പന്തൽ ബി.ജെ.പി. ആസ്ഥാനത്ത് ഒരുക്കുന്നുണ്ട്. ഒപ്പം നാളെ ഏതാണ്ട് 9:30-10 മണിയോടുകൂടി കൃത്യമായി ട്രെൻഡ് മനസ്സിലാകും. അതിനുശേഷം തന്നെ ആഘോഷം ആരംഭിക്കും. വൻ റോഡ് ഷോ ഈ ബി.ജെ.പി. ആസ്ഥാനത്തും അതിന് മുന്നിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട ITOയിലേക്കുള്ള റോഡിൽ നടത്താനാണ് ബി.ജെ.പി. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ അടക്കമുള്ള നേതാക്കൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. വൈകുന്നേരമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും വിജയങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയത്തിന് ശേഷം ഈ ദീൻദയാൽ മാർഗിലെ ബി.ജെ.പി. ആസ്ഥാനത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി താഴെ നിൽക്കുന്ന പ്രവർത്തകരെ, ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. എന്തായാലും നാളത്തേത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമല്ല, മറിച്ച് രാജ്യം ആര് ഭരിക്കണം, രാജ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആരെത്തണം എന്നത് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിനാൽ അത്രത്തോളം സുപ്രധാനമായ തൻ്റെ മൂന്നാം ഊഴം അത് ആധികാരികമായ വിജയത്തിന് ശേഷം നാളെ വൈകുന്നേരം നരേന്ദ്രമോദി രാഷ്ട്രത്തെ തന്നെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി.ജെ.പി. ആസ്ഥാനത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗൗതം, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയത് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് കൃത്യമായി നടന്നു കഴിഞ്ഞു. നാളെ ഫലം വരാനിരിക്കുന്നു. മൂന്നാമത് 3.0 മോദി സർക്കാർ അധികാരത്തിലേറുമെന്നുള്ളത് വലിയൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ സുസ്ഥിരതയാർന്ന സർക്കാർ അധികാരത്തിലേറുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അധികം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 2 ടേമും നടപ്പാക്കി വെച്ച അല്ലെങ്കിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുണ്ട്. മോദിജി അതിനെ ട്രെയിലർ എന്നാണ് പറയുന്നെങ്കിലും നമുക്കറിയാം പ്രകടന പത്രിക പോലും മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള സെൻസെക്സ് ഒക്കെ അത്രയും മുന്നേറ്റം കാഴ്ചവെക്കുന്ന ആ ഒരു സാഹചര്യം ഉള്ളത്. നമുക്ക് അതിനെ കൂടി എങ്ങനെ വിലയിരുത്താം എന്നുള്ളതാണ്. കാരണം മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന നിർണായക യോഗങ്ങളിൽ അടുത്ത 100 ദിവസത്തെ കർമ്മ പരിപാടികളുടെ അജണ്ടയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള യോഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രധാന സേവകൻ ഇപ്പോഴും ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കണം എന്നുള്ളതിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ളത് ഈ വിജയത്തിൻ്റെ ആഘോഷങ്ങളെക്കാളൊക്കെ ഉപരി. ലക്ഷ്മി, അത് തന്നെയാണ്. അതായത് വിജയാഘോഷം ഒരു ഭാഗത്ത് ബി.ജെ.പിയുടെ പ്രവർത്തകരും സംഘടനാ നേതാക്കന്മാരുമാണ് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ചരട് കൃത്യമായി തന്നെ വലിക്കുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്
ഇത്തരം ആഘോഷങ്ങളിൽ ഒരുപക്ഷെ വ്യക്തിപരമായി എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് അത് അറിയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് 24 മണിക്കൂറും രാഷ്ട്രത്തിനായി നീക്കിവെച്ചേക്കുന്ന ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായും അദ്ദേഹം അടുത്ത ബ്ലൂ പ്രിൻ്റ്, അതായത് അടുത്ത 5 വർഷക്കാലം രാജ്യത്ത് എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകൾ മനസ്സിൽ കാണുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം തന്നെ ഈ ലോക്സഭയിൽ അവസാനമായി രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാനത്തെ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു രാജ്യത്തെ. ഇതുവരെ കണ്ടതൊക്കെ ട്രെയിലർ മാത്രമാണ്, വരാൻ പോകുന്നത് വളരെ സുപ്രധാനമായ തീരുമാനങ്ങളാകും, രാജ്യത്തിന് വേണ്ടി തനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും എന്ന് പോലും പ്രധാനമന്ത്രി ഒരർത്ഥത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത് കൃത്യമായ സൂചനയാണ് നൽകുന്നത്. വരുന്ന 5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം, അല്ലെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ കടന്നു വരുന്ന 5 വർഷം, 2024 മുതൽ 29 വരെയുള്ള 5 വർഷക്കാലം, അത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പല സുപ്രധാനമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം, രാജ്യത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തികമായ ഭൂപടങ്ങൾ മാറ്റി വരയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരാണ് ദേശീയ തലത്തിൽ 10 വർഷമായി അധികാരത്തിലിരുന്നത്. അതിൻ്റെ ഇരട്ടി ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ തന്നെയാകും വരുന്ന 5 വർഷക്കാലം ഇരിക്കുക. അത് നാളത്തെ വരാൻ പോകുന്ന ഫലത്തിൽ അത് എത്രത്തോളം നമ്പർ കൂടുന്നോ അത്രത്തോളം ആർജവും കൂടുതലായിരിക്കും ആ സർക്കാരിന് ഉണ്ടാകുക. അതിനാൽ നാളെ വരാൻ പോകുന്ന നമ്പറുകളാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണ 303 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ 303-ൽ കൂടുതൽ സീറ്റുകൾ ആധികാരികമായി BJPക്ക് ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് 320-നും 340-നും ഇടയിലുള്ള സീറ്റാകുമോ BJP ഒറ്റയ്ക്ക് നേടുക, അതല്ലെങ്കിൽ ഒരു 350 കടന്നുള്ള വളരെ ആധികാരികമായ ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇതെല്ലാം നാളെ നമുക്ക് കൃത്യമായി ഈ സമയമാകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും 300-ന് മുകളിൽ സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ലക്ഷ്മി. അതെ.